ഹലോ നമസ്കാരം. ഞങ്ങളുടെ സ്വന്തം അടുക്കളയിലേക്ക് സ്വാഗതം. സെലിബ്രിക്കേഷൻ മാജിക് സീസൺ 3 ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് നടക്കുകയാണ്. പുലാവ് റൗണ്ട്. അതെ, അപ്പോൾ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾ പുലാവിൽ നമുക്കൊരു വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളത് യാഖ്നി പുലാവാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. യാഖ്നി പുലാവ് ഇത് ശരിക്കും ഒരു പേർഷ്യൻ ഡിഷാണ്. പിലാഫ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ഡിഷാണ്. ഈ പിലാഫിനെ യാഖ്നി പുലാവ് എന്ന് പറയുമ്പം സാധാരണ നോൺ വെജിൽ എല്ലിനകത്ത് കാണുന്ന മജ്ജ അത് വെള്ളത്തിലിട്ട് തിളക്കിയിട്ട് ബ്രോത്ത് ഉണ്ടാവും. അതിൽ അരിനെ സോക്ക് ചെയ്ത് ടേസ്റ്റ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനെ വെജിറ്റബിൾ ആക്കുമ്പോൾ വെജിറ്റബിൾ സ്റ്റോക്കിൽ ഉണ്ടാക്കണം. അതാണ് യാഖ്നി പുലാവ്. പിന്നെ നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ യൂട്യൂബിലും വിക്കിപീഡിയയിലും ഒക്കെ കുറേ കിട്ടും. പക്ഷേ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ രീതിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഈ എങ്ങനെയാണ് നമ്മൾ ബ്രോത്ത് റെഡിയാക്കുക, എത്ര വേണം, എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളതിൽ മാത്രമാണ് ഡിഫറൻസ്. അതുകൊണ്ട് അപ്പോൾ യാഖ്നി പുലാവ് ഞങ്ങൾ കണ്ടുപിടിച്ചതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ യാഖ്നി പുലാവ് ഞങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത് വേറൊരു സ്റ്റൈലിലാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, അതായത് കാഷ്യൂ നട്ട്സും റേസിൻസും എല്ലാം നമ്മളൊന്ന് ലോ ഹീറ്റിൽ നെയ്യിൽ വറുത്ത് മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിയും നമ്മൾ വറുത്ത് മാറ്റി വെക്കും. അതിൻ്റെ കൂടെ നമ്മൾ ബാസ്മതി ലോങ് ഗ്രെയിൻ റൈസ്, പുലാവിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലോങ് ഗ്രെയിൻ റൈസാണ്. അപ്പോൾ ബാസ്മതി ലോങ് ഗ്രെയിൻ റൈസ് എടുത്തിട്ട് അതിന് നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ബ്രോത്തിലാണ്. എങ്ങനെ വെജിറ്റബിൾ ബ്രോത്ത് ഉണ്ടാക്കാം? നമുക്ക് യൂഷ്വലി വെജിറ്റബിൾ ക്യൂബ്സ് കിട്ടും. അപ്പോൾ ഈ ക്യൂബിനെ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ബ്രോത്തായി മാറും. ആ ബ്രോത്തിൽ നമ്മൾ കുതിരാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുതിർന്നു കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതിലും ബ്രോത്ത് യൂസ് ചെയ്യും. സോ രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അതിനെ നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ കാര്യമായ പരിപാടിയിലായതുകൊണ്ട് പ്രകൃതിയിൽ ഇവിടെ അരിയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീൻസ് അരിയാൻ എന്തുമാത്രം റിസ്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സൈസ് മതിയാ? മതി. കാഷ്നട്ട് പോലും ഫ്രൈ ചെയ്യുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് കരിഞ്ഞാലാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് അത് ജസ്റ്റ് ഗോൾഡൻ ബ്രൗണേ ആവാവും. അപ്പോൾ നമുക്ക് രണ്ടും അതിനിടയ്ക്കുള്ളൊരു ലെവലിലേക്ക് നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ വാചകം കുറച്ച് പാചകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതാ പ്രശ്നം. പാചകം വേണം കൂടുതൽ. വാജിക്കൂ. സാധാരണ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്ന് പറയും. അവസാനം ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. കാരണം സവാള വറുത്ത് ഡ്രസ് ചെയ്യാൻ വേണ്ടി അവസാനം ഇടുന്നതാണ് ഇപ്പോൾ ആദ്യം ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ബ്രൗണാക്കി നമ്മൾ വറുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. നല്ല രസകരമായിട്ട് ഇതാ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വരുന്നുണ്ട്. സ്പ്രിംഗ് അണിയൻസ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് മതി. അപ്പോൾ നമ്മൾ എണ്ണയിൽ കട മസാല അതിനെ ഒന്ന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാദ്യം ഒന്നാക്കിയെടുക്കുന്നു. അതിനാവും ഇവിടെ അണിയൻ ഫ്രൈ ആയി വരുന്നു. നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ അതിനെ മിക്സ് ചെയ്യാണ്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കത് കുക്ക് ചെയ്യാം.
നമ്മളിതിൽ ഉപ്പ് ഇടുന്നത് വളരെ കെയർഫുള്ളായിട്ട് വേണം, കാരണം ഉള്ള സ്റ്റോക്ക് ക്യൂബിനകത്ത് തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ ഫ്രഞ്ചിൽ പറഞ്ഞാൽ ബൂയോ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത്. ഇത് നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ നോൺ വെജ് ബ്രോത്ത് ആവും, അപ്പോൾ നോൺ വെജ് പുലാവ് ആവും. അല്ല ഇപ്പോൾ വെജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെജ് സ്റ്റോക്ക് ക്യൂബ്സ് കിട്ടും, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ സ്റ്റോക്ക് ക്യൂബിലും ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ പച്ചമണം ഒന്ന് മാറി വരുന്നു. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീൻ പീസും അത് സോക്ക് ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ കുതിർത്ത് അതിനൊന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്തു. വെജിറ്റബിൾസ് നമ്മൾ ക്യാരറ്റ്, പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ബീൻസ് ഇത്രയും ഇട്ടു. അതിന് നമ്മൾ ആദ്യം മസാലയും സവാളയും ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മൾ ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് ആ പച്ചമണം മാറുന്നവരൊന്ന് കുക്ക് ചെയ്തു. ഇതൊന്ന് ഹാഫ് കുക്ക്ഡായി വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്യും. യാഖ്നി പുലാവിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇത് കുക്ക് ചെയ്യുന്ന ബ്രോത്തിനകത്ത് തൈരുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തൈരിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ലൈറ്റ് പുളിയായിരിക്കുമോ? അതെ. അപ്പോൾ റൈസ് വരുമ്പം ആ പുളി മാറും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാകുന്നവരെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ റൈത്ത റെഡി ആവുന്നുണ്ട്. കുക്കുംബർ റൈത്ത, കച്ചുംബർ, കുക്കുംബർ റൈത്ത, അങ്ങനെ പല രീതിയിൽ നമുക്ക് റൈത്ത ഉണ്ടാക്കാം. തൈരും കുക്കുംബറും അല്ലെങ്കിൽ തൈരും കുക്കുംബറും സവാളയും അല്ലെങ്കിൽ തൈരും കുക്കുംബറും സവാളയും ക്യാപ്സിക്കവും. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ, നമുക്ക് യാഖ്നി പുലാവിൻ്റെ കൂടെ കഴിക്കാൻ റൈത്തയാണ് ഏറ്റവും ബെസ്റ്റ്. ചില ആൾക്കാർ പ്ലെയിൻ യോഗേർട്ടോടുകൂടി കഴിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു കോമ്പിനേഷൻ മതി. പിന്നെ സൂപ്പർ. ഇപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു മിൽക്കിനെസ് അല്ലെങ്കിൽ ഒരു ചീസിൻ്റെയോ പാസ്റ്റയുടെയോ ഒക്കെ സ്മെല്ല് നമുക്ക് കിട്ടും. കാരണം യോഗേർട്ട് കുക്കായി വരുമ്പോൾ ആ ചീസിനെസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ആ ഒരു ചെറിയൊരു മെഴുക്ക് നമുക്ക് കുക്കിങ്ങിലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് യാഖ്നി പുലാവിൽ അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൻ്റെ ആ പച്ചമണം മാറി ഇപ്പോൾ കുക്കായിട്ടുള്ള മസാലയുടെ സ്മെല്ലാണ് വരിക. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ മണം തോന്നും തൈരിൻ്റെ മണം മാറിയാൽ ഓക്കെ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് അതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രോത്തിൻ്റെ മെഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അരി ഇടുന്നു. ഇതെന്താ കപ്പിൽ അളക്കാനാണോ? ഉപ്പ് വെക്കണ്ടേ? അപ്പോൾ ബ്രോത്ത് കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനലി നമുക്ക് ചോറ് കുക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബ്രോത്തും കൂടെ മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് വെള്ളം തിളച്ചു. ഇനി അരി കുക്ക് ചെയ്യാനുള്ള അടുത്തൊരു 15 മിനിറ്റ് അതെടുക്കും. യൂഷ്വലി ബാസ്മതി റൈസ് 12 തൊട്ട് 15 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം. അപ്പോൾ ആ ഒരു ടൈം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. കാരണം അത് കഴിഞ്ഞാൽ ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, പശ പോലെ ഒട്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചോപ്സ്റ്റിക്സ് മാറ്റി വെച്ചിട്ടുള്ളത്. ചോപ്സ്റ്റിക്സ് ഇട്ട് ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരി ഉടഞ്ഞു പോകില്ല. അപ്പോൾ ചോപ്സ്റ്റിക്സ് എപ്പോഴും വീട്ടിൽ കരുതുക. ചൈനീസ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പുലാവിനെ ഫ്ലഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും
കാട്ടരുവി പറയാമോ കാലിങ്ങനെ എന്നാണ് സംഗമം എന്നാണ് സംഗമം കുട്ടട കുട്ട അല്ല അത് കുട്ടനെ വിളിച്ചതാ. എന്തായി എന്തായി ഓക്കെ, ഇന്ന് യാഖ്നി പുലാവ്. യാഖിനി. അത് പറയാൻ എളുപ്പല്ലേ യാഖിനി. യാഖ്നി പുലാവ് ഓക്കെ. സാധാരണ നമ്മൾ എല്ലിന്റെ അകത്തുള്ള മജ്ജ അത് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രോത്ത് ഉണ്ടാവും. അതില് അരീനെ കുതിർത്ത് അതിൽ വേവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ശരിക്കും യാഖ്നി പുലാവ്. അപ്പൊ യാഖ്നി പുലാവിന്റെ ഒരു വെജിറ്റേറിയൻ വേർഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് ആവും. ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ യാഖ്നി പുലാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ ബീഫ് ആണെങ്കിലോ ആ ബോണിനകത്ത് മജ്ജയോട് കൂടി വെള്ളത്തിലിട്ട് സൂപ്പ് പോലെ കുക്ക് ചെയ്യാം, എല്ലാ സ്പൈസസോടും കൂടി. അപ്പൊ ശരിക്കും ഒരു സൂപ്പ് ഉണ്ടാവും, വളരെ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പ്. ആ സൂപ്പില് ബാസ്മതി അരി ഇങ്ങനെ കുളിച്ച് നീന്തി ഇങ്ങനെ എന്നിട്ട് അതിന്റെ കൂടെ നല്ല വറുത്ത അണ്ടിപ്പരിപ്പും സവാളയും. അപ്പൊ ഇങ്ങനെ നാണിച്ച് അവരൊക്കെ ഇങ്ങനെ വാടി കിടക്കും. അപ്പൊ അതിലിങ്ങനെ ഒരു സൺബാത്തെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ബാസ്മതി അരി. ഈ ഫുഡ് ഫെറ്റിഷ് എന്ന് പറഞ്ഞിട്ട് ഈ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞ് കൊതിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നണം. അതാണ് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, നല്ല സാമ്പാറും തൈരുടെ നല്ല എരിവുള്ളൊരു മുളകും കൂടെ അതും കൂടെ പറഞ്ഞു. നല്ല മഴ, ഇരുണ്ട മേഘം, ചൂട് പൊടിയരി കഞ്ഞി, നല്ല കുതിർന്ന ഉപ്പിലിട്ട നെല്ലിക്ക, കടുമാങ്ങാന്റെ ഒരു കടി, ചുട്ട പപ്പടം, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, അതിന്റെ കൂടെ ഒരു പൊരിച്ച മീൻ, ഒരു കർച്ചീഫ് എടുത്ത് ഇവിടെ ഉഷാറാവട്ടെ. പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടുവരും. കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പാടണം. വെള്ളിച്ചില്ലും വിതറി പൊരിതുരചിതറും കാട്ടരുവി പറയാമോ എന്നാണ് സംഗമം എന്നാണ് സംഗമം. അവിടെയാണ് സംഗമം. അത് തന്നെ. യെസ് യെസ്. അപ്പൊ എത്തുന്നതായിരിക്കും അവിടെ. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ റായത്ത ഉണ്ടാക്കുകയാണ്. റായത്തയിൽ കുക്കുംബറും അനിയനും ക്യാപ്സിക്കവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റായത്തക്കുള്ള തൈരും കൂടെ ആഡ് ചെയ്യും. പച്ചമുളക് കഴിഞ്ഞിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സജ്ജിക്കിൻ്റെ അതേ ഫ്ലേവർ വരും. കാരണം കുക്കുംബറും തൈരും ഉള്ളത് കാരണം. ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കുമല്ലോ നമ്മള്. ബൂന്തി റായത്ത ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുക്കുംബർ മാത്രം ഉണ്ടാക്കാം, ടൊമാറ്റോ ഇട്ടിട്ട് ഉണ്ടാക്കാം, ക്യാരറ്റ് വെച്ച് ക്യാരറ്റ്, സവാള, തക്കാളി ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ തക്കാളി ഉള്ളി മാത്രം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ റായത്ത നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ യാഖ്നി പുലാവിന് റായത്ത സൈഡിൽ വേണം. അപ്പോൾ അത് ഇത്രയും ഫ്ലഫി റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തൈരും അതിൽ കുറച്ച് എരിവും കുറച്ചൊരു ആസിഡും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഗംഭീരമാവും. അങ്ങനെ യാഖ്നി പുലാവ് ഒരു 12 മിനിറ്റോളം കുക്കായി. ആ റൈസ് പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ചോപ്സ്റ്റിക് ഇട്ട് ഫ്ലഫ് ചെയ്യാം. ചോപ്സ്റ്റിക് ഇട്ട് ഫ്ലഫ് ചെയ്യുമ്പം യൂഷ്വലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനിൽ ഫ്ലഫ് ചെയ്യാം. ഫോർക്കിലാണെങ്കിൽ അരി ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിനൊന്ന് ഉലർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലേവറിന് നമുക്ക് ഗ്രീൻ അണിയൻ അല്ലെങ്കിൽ സ്കാലിയൻ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതിൻ്റെ കൂടെ സവാള വറുത്ത് വെച്ചത് കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ആൻഡ് കാഷ്യൂ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ കിസ്മിസ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഇതായി. ഇനിയിപ്പോൾ പ്ലേറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും സവാളയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സ്കാലിയനും മാറ്റി വെച്ചിട്ടുണ്ട്. റായത്ത റെഡിയാണ്. സോ വി ആർ റെഡി ടു ഗോ. അതിൽ നമുക്ക് ഫ്ലേവറിന് ഏറ്റവും നല്ലത്, അതായത് ഡൈജഷന് നമ്മൾ ഈ കാണുന്നത് അനാർദാന എന്ന് പറയുന്നത് നമ്മൾ മാതളത്തിൻ്റെ ആ ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തുള്ള കുരു വയറ്റുവേദന പോകാനുള്ളതാണ്. ഇടാം. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിടി നമുക്ക് മേളിലേക്ക് ഇടാൻ പറ്റും. അത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഫ്രൂട്ടാണ്.
അപ്പൊ ഇതായ സംഭവം റെഡി ആയി എല്ലാമായി. ഇനി അടച്ചു വെച്ച് അതിൻ്റെ ചൂടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെക്കാം. സോ അതാണ് യാഖ്നി പുലാവ്. യാഖ്നി പുലാവ് പുലാവ് റെഡി. ഇനി പ്ലേറ്റിങ്ങിന് സമയമായി. ഞാൻ ഉണ്ടാക്കിയ പോലെ പിന്നല്ലാതെ എനിക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ റെഡി തിന്നാൻ അറിയാം, നല്ലോണം തിന്നാൻ അറിയാം. ഞാൻ അല്ലെങ്കിൽ തന്നെ ഫുഡ് ചെയ്യുന്നതിലൊരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പുലാവ്. ആണോ? ഇതെങ്ങനെ ഉണ്ടാക്കിയത്? അത് ആദ്യം കുറച്ച് അരിയെല്ലാം കഴുകിയിട്ട് വെക്കുക. അപ്പോൾ അടിപൊളി, നല്ല അടിപൊളിയല്ല, നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റ്, അത് വെറൈറ്റി ടേസ്റ്റ്. പക്ഷേ ഇത് കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് എനിക്ക് ഫീലായി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്യാം. പ്ലേറ്റിംഗ്.